അസസ്മെന്റിന് 3 ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, 3 ക്ലാസ്സിലായിട്ട് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഹെൽത്ത് ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എക്സാമിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, സ്റ്റെപ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സിസ്റ്റം ബേസ് ആയിട്ട് ഹെൽത്ത് അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻറ്റഗ്രിമെന്ററി സിസ്റ്റത്തിൻ്റെ, അതായത് ഹെഡ് മീൻസ് ഹെയർ, നെയില്, പിന്നെ നമ്മുടെ സ്കിന്ന് കംപ്ലീറ്റ് അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ്, ടെർമിനോളജീസ്, ഇതെല്ലാം ഞാൻ അവിടെ പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത് നമ്മുടെ ഹെഡാണ്. ഓക്കെ, ഹെഡ് മുതൽ, ഹെഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്കള്ളും ഫേസും വരുന്നുണ്ട്. അതായത് നമ്മുടെ തലയും പിന്നെ നമ്മുടെ മുഖവും വരുന്നുണ്ട്. മുഖം വരുമ്പോൾ അവിടെ കണ്ണ് വരും, ചെവി വരും, വാ വരും, അല്ലെ, മൗത്ത്, ഇയർ, ഐ, മെയിൻ ആയിട്ട് ഈ 3 ഏരിയ അവിടെ പ്രധാനമായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. Assessment of head. During assessment of head, the nurse inspects and palpates simultaneously and also auscultates. അപ്പോൾ നമ്മുടെ എന്തൊക്കെ മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഹെഡ് അസസ് ചെയ്യുന്നത്? എല്ലായിടത്തും ഇൻസ്പെക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് പാൽപേറ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഓസ്കൾട്ടേഷനും ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. The nurse examine skull, face, eyes, ears, nose, sinuses, mouth, ഫാരിങ്സ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെഡിന്റെ അസസ്മെന്റിനകത്ത് വരുന്നത്. സ്കള്ള് വരും, ഫേസ് വരും, ഐസ് വരും, ഇയേഴ്സ് വരും, നോസ് വരും, സൈനസസ് വരും, മൗത്ത് വരും, ഫാരിങ്സ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം സ്കൾ ഫേസ്. ദർ ഇസ് എ ലാർജ് റേഞ്ച് ഓഫ് നോർമൽ ഷേപ്സ് ഓഫ് സ്കൾസ്, അല്ലെ, പല തരത്തിലുള്ള നോർമൽ ഷേപ്പ് സ്കൾ ഉണ്ട്. നോർമൽ ഹെഡിന്റെ സൈസിനെ പറയുന്ന പേരെന്താണ്? ടെർമിനോളജിയാണ്, നോട്ട് ചെയ്തോളുക. നോർമോസെഫാലിക്. അപ്പൊ നമ്മൾ ഹെഡിന്റെ അവിടെ അസസ്മെന്റിന് അവിടെ നമ്മൾ എഴുതുകയാണ്, ഇറ്റ് ഇസ് നോർമോസെഫാലിക് എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? നോർമോസെഫാലിക് എന്ന് പറഞ്ഞാൽ ഹെഡ് ഷേപ്പ് ഈസ് നോർമൽ എന്നർത്ഥം. ഓക്കെ, നോർമോസെഫാലിക്. സെഫാലിക് എന്ന് പറഞ്ഞാൽ ഹെഡ് എന്നർത്ഥം, അല്ലെങ്കിൽ ബ്രെയിൻ എന്നർത്ഥം. നോർമോസെഫാലിക് എന്ന് പറഞ്ഞാൽ ഹെഡ് നോർമൽ ആണ്, നോർമൽ സൈസ് ആണ് എന്നർത്ഥം. If head size appears to be outside of the normal range, the circumference can be compared to standard size table. നമ്മുടെ നോർമലി ഉള്ള ഹെഡിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിന്റെ സൈസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യാവുന്നതാണ്. മെഷർമെന്റ് മോർ ദാൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ നോം ഫോർ ദ ഏജ്. കറക്റ്റ് ഏജിനും സെക്സിനും റേസിനും അനുസൃതമല്ലാത്ത, അതായത് ഓരോ പ്രായത്തിനനുസരിച്ചും പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നുള്ള വ്യത്യാസത്തിലും ആഫ്രിക്കൻസ്, ഇന്ത്യൻസ്, കൊക്കേഷ്യൻസ്, അമേരിക്കൻസ്, ഓരോ റീജിയനിലുള്ള ആൾക്കാർക്കും ഓരോ തരത്തിലാണ് തലയുടെ ഷേപ്പ് വരുന്നത്, അല്ലെ, സൈസ് വരുന്നത്. ആ വ്യത്യാസങ്ങൾക്കും പുറമെ നമ്മുടെ സൈസിൻ്റെ, തലയുടെ സൈസിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? അതിന് ഡീവിയേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ അവിടെ എഴുതുന്നു. അപ്പം നമ്മൾ അടുത്ത ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജനറൽ അപ്പിയറൻസിൽ നറിഷ്മെൻറ്റ്, അവിടെ നിങ്ങൾ അവിടെ പേഷ്യൻ്റ് ഓക്കെ ആണെങ്കിൽ വെൽ നറിഷ്ഡ് എന്ന് കൊടുക്കും. പേഷ്യൻ്റ് അണ്ടർ നറിഷ്ഡ് ആണെങ്കിൽ അണ്ടർ നറിഷ്ഡ് എന്ന് കൊടുക്കും. അല്ലെങ്കിൽ ഓവർ ന്യൂട്രീഷൻ ആണെങ്കിൽ ഒബീസ് എന്ന് കൊടുക്കും. ബോഡി ബിൽഡ്, തിന്നാണോ, ഒബീസ് ആണോ, ഹെൽത്തി ആണോ, അൺഹെൽത്തി ആണോ, ആക്റ്റീവ് ആണോ, ഡൾ ആണോ, കോൺഷ്യസ് ആണോ, അൺകോൺഷ്യസ് ആണോ, സബ് കോൺഷ്യസ് ആണോ, ആങ്ഷ്യസ് ആണോ, വറീഡ് ആണോ, പേഷ്യൻ്റ് ഡിപ്രസ്ഡ് ആണോ, ഹാപ്പി ആണോ, ഏത് തരമാണ് പേഷ്യൻ്റ്. അതുപോലെ പോസ്ചർ, ലോഡോസിസ്, കോളിയോസിസ്, ഹൈഫോസിസ്, ഇതിലേതെങ്കിലും ഉണ്ടോ. വൈറ്റൽ സയൻസ്, ടെമ്പറേച്ചർ, പൾസ്, BP, റെസ്പിറേഷൻ എല്ലാം നമ്മളവിടെ എഴുതുന്നു. അത് കഴിഞ്ഞ് ഹൈറ്റ്, വെയിറ്റ് ചെക്ക് ചെയ്ത് എഴുതുക. വെയിറ്റ് ഇൻ kg ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് BMI, ബോഡി മാസ് ഇൻഡെക്സ് ആണ്. നമ്മൾ ബയോകെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് വരും. ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഓക്കെ, അതെന്താണെന്നുള്ളത് ഓക്കെ, അതും കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. പിന്നെ ഹെഡ് ടു ടോ അസസ്മെൻറ്റിൽ ഫസ്റ്റ് സ്കിന്ന് നോക്കുന്നു, സ്കിന്നിൻ്റെ കളർ ചേഞ്ച്. ഇത് നിങ്ങൾക്കുള്ള ഒരു സാമ്പിളാണ്. റിയലി നിങ്ങൾ കേസ് സ്റ്റഡീസ് എങ്ങനെയാണ് എഴുതേണ്ടത്? സ്കിന്നെന്ന് എഴുതുന്നു, അവിടെ കളർ എന്ന് കൊടുക്കുന്നു. ജോണ്ടിസ് ഉണ്ടെങ്കിൽ ജോണ്ടിസ് എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ പാലർ എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫ്ലഷിംഗ് എന്ന് കൊടുക്കുന്നു. സൈനോസിസ് ഉണ്ടെങ്കിൽ സൈനോസിസ് എന്ന് കൊടുക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക. അടുത്ത ടെക്സ്ചർ, ഡ്രൈ ആണോ, ഫ്ലേക്കിംഗ് ആണോ, ഡ്രിങ്ക്ലിംഗ് ആണോ, അതോ എക്സസീവ് മോയ്സ്ചർ ആണോ, എന്താണെന്നുള്ള അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ എഴുതി ഒരു പേഷ്യൻറ്റിനെ വെക്കരുത്, ഓരോ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവിടെ മെൻഷൻ ചെയ്യുക. ടെമ്പറേച്ചർ, വാം ആണോ, കോൾഡ് ആണോ, അത് ലീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. ഓക്കെ, ഇത്